ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മുട്ടയും മൈദയും ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാത്തൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനായിട്ട് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കുറക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അരച്ച് കഴിയുമ്പോൾ ഈ ബാറ്ററി ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി ഈ കൂട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ അടച്ച് വെക്കുക. ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചാൽ മതി. ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ റവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് ഒന്നും കൂടി ഈ ബാറ്ററി കട്ടിയായിട്ട് വരും. ഇനി ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതിലേക്കൊരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, റവയൊക്കെ കുതിർന്നിട്ട് ഈ ബാറ്ററി നേരത്തേക്കാളും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്ത നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്കൊരു യെല്ലോ കളർ കിട്ടാനും പിന്നെ ഈ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി ലോ സ്പീഡിൽ ഇട്ടിട്ടൊന്ന് കറക്കിയെടുക്കുക. ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ബാറ്ററി കിട്ടേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് 1.5 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഈ ടൂട്ടി ഫ്രൂട്ടിയിലേക്ക് 1/2 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ടൂട്ടി ഫ്രൂട്ടി അടിയിൽ പോയി സെറ്റിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ടൂട്ടി ഫ്രൂട്ടി ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്ററി നമ്മൾ നേരത്തെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത കേക്ക് ടിന്നില്ലേ, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ബാറ്ററി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടി ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഓവൻ ഉണ്ടെങ്കിൽ അതിൽ ബേക്ക് ചെയ്തെടുത്താലും മതി. നമ്മളിതിവിടെ ഓവനിലല്ല, ഇതുപോലെ സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രം നേരത്തെ തന്നെ 10 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഈ പാത്രത്തിൻ്റെ അടപ്പ് തുറന്നിട്ട് നമ്മുടെ കേക്ക് ടിന്നെ ഈ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പാത്രം അടച്ച് വെച്ചിട്ട് ഒരു 50 to 55 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. നിങ്ങളെടുക്കുന്ന അടപ്പിന് ഇതുപോലത്തെ ഹോൾ ഉണ്ടെങ്കിൽ ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് അടച്ച് കൊടുക്കണം കേട്ടോ. ആദ്യത്തെ 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. 5 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 55 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കേക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ കത്തിയോ കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കേക്ക് നല്ലതുപോലെ കുക്കായിട്ടുണ്ടാവും. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഈ കേക്ക് ചൂടാറാനായിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്നും പുറത്തേക്ക് എടുത്ത് വെക്കാം. കണ്ടോ, കേക്ക് നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കേക്ക് നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം നമുക്കിതിൽ നിന്നും ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കേക്ക് നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഒരു നൈഫ് കൊണ്ട് ഇതുപോലെ ഒന്ന് അടർത്തി കൊടുക്കുക. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കേക്ക് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, ഇതിൻ്റെ അടിവശം ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. കണ്ടോ, നമുക്കിത് നല്ല സ്പോഞ്ച് പോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ മുട്ടയും മൈദയും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഈ കേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ്ലെസ് റവ കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണിത്. അപ്പോൾ റവ കൊണ്ട് നിങ്ങൾ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.